Hello, welcome to my YouTube channel. So, yeah. Today I'm going to talk about my one of the important phase of my life. Otomono. That is my college life. So, എൻ്റെ 3 years of degree അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. പിന്നെ ഒരു പാർട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇപ്പം എടുക്കാൻ തുടങ്ങിയിട്ട് ഇത് 3-ാമത്തെ തവണയാണ്. 2 പ്രാവശ്യം വീഡിയോ എടുത്തു, എഡിറ്റ് ചെയ്ത്. ആദ്യത്തെ പ്രാവശ്യം ആ ഒരു സ്ട്രക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം ഞാൻ കളഞ്ഞു. 2-ാമത്തെ പ്രാവശ്യം ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം സെറ്റ് ചെയ്തു. പക്ഷെ എന്താ പ്രശ്നം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട വന്നു. എനിക്കൊന്ന് സെയിം ഈ ഒരു കോസ്റ്റ്യൂമിലെ 2-ാമത്തെ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പം പിന്നെ എനിക്ക് കൂടുതൽ എഡിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യമേ ഞാൻ പറയാം, എൻ്റെ കയ്യിൽ മൈക്കില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു പ്ലേസിലേക്ക് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലെ റോഡാണ്. അപ്പം നല്ല വണ്ടിയുടെ ശബ്ദം ഉണ്ടാവും. അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. കാരണം വേറെ മാർഗ്ഗമില്ല എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഈ പറഞ്ഞ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ക്യാപ് കട്ടും ചത്ത്. അപ്പം അതുകൊണ്ട് എനിക്ക് വോയിസ് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഓട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ ഇപ്പോൾ ഉച്ചയും കൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈം ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഓക്കെ. അപ്പം ഞാൻ ക്യാപ് കട്ടിനോട് ചോദിച്ചു, ക്യാപ് കട്ട് പോയിട്ട് ചാറ്റ് ജി പിയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെ എന്തൊക്കെ പറയണ്ടേന്നൊക്കെ ഉള്ളത്. അപ്പോൾ പുള്ളി എനിക്ക് ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഉത്തരം പറയാമല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ എല്ലാം കുഴഞ്ഞിരിക്കും. ഇതാണെങ്കിൽ ഒരു സ്ട്രക്ചറിൽ പറയുമ്പോൾ രസമായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ് അബൌട്ട് മൈ കോളേജ്. എന്താണ് ഞാൻ ഇങ്ങോട്ടും നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മേലെ ആപ്പ് പിടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ അമ്മയുടെ ഫോണിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ ഇപ്പോൾ ജോലിക്ക് പോയി, അപ്പോൾ നമുക്ക് അമ്മയുടെ ഫോൺ കിട്ടത്തില്ല. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ ലാപ്ടോപ്പാണ്. പിന്നെ എനിക്ക് ആകെ ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അബൌട്ട് മൈ കോളേജ് പറയുകയാണെങ്കിൽ ഞാൻ ഭാരത് മാതാ കോളേജ് തൃക്കാക്കരയിലാണ് പഠിച്ചത്. ആൻഡ് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തെ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ്. ആൻഡ് ഞാൻ പഠിച്ച കോഴ്സ് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മോഡൽ 1. ആക്ച്വലി മോഡൽ 1, 2, 3, 3-ാമത്തെ ട്രിപ്പിൾ മെയിൻ. മോഡൽ 2 എന്ന് പറഞ്ഞാൽ ഡബിൾ മെയിൻ. ഫസ്റ്റിൽ ഒന്നുമില്ല. അങ്ങനെയാണ് സംഭവം. പിന്നെ ഓക്കെ, ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ക്യാൻറ്റീൻസും കൂടുതൽ കഫറ്റീരിയ ഒക്കെ ഉള്ള ഒരു കോളേജാണത്. നമുക്ക് ഏത് മൂലൊക്കെ പോയാലും എന്തുണ്ട്, കഫറ്റീരിയ ഉണ്ട്. അത് ഭയങ്കര സന്തോഷവും. പിന്നെ ഞാൻ ആ കോളേജ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ ചുമ്മാ വീടിൻ്റെ അടുത്ത്, എനിക്കാണെങ്കിൽ മടിയാണ് ദൂരെ പോയി വരാനൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു വീടിൻ്റെ അടുത്തുള്ള എവിടെയെങ്കിലും കോളേജിൽ നോക്കി സെറ്റ് ചെയ്താൽ മതി. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് വരാം. എനിക്ക് ഇവിടുന്ന് 10 മിനിറ്റ് കൂടുതൽ ആണ്. 10 മിനിറ്റ് അത്രയ്ക്ക് മതി പെട്ടെന്ന് പോകണമെങ്കിൽ. വണ്ടിക്ക് 2 വീലറിന് പോകണമെങ്കിൽ അത്രയും കൂടി വേണം, ഒരു 6-7 മിനിറ്റ് മതി. അതുകൊണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് വെച്ച് നോട്ട് സപ്ലിമെൻ്ററി ട്രയൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇട്ട് ഞാൻ പിന്നെ പോയി ജോയിൻ ചെയ്തു. അപ്പം അങ്ങനെ ഓട്ടോ പോയി. പിന്നെ ക്യാമ്പസിനെ കുറിച്ചിട്ടുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ, ക്യാമ്പസ് അടിപൊളിയാണ് ഗൈസ്. അവിടെ ഒരു മരം ഉണ്ട്. ആ മരം എനിക്ക് ഇഷ്ടവും. നമ്മളെ ഋതുമരം എന്നാണ് പറയണേ. അത് ഏതൊരു ബാച്ചിലുള്ള ആൾക്കാർ സെറ്റപ്പ് ചെയ്താൽ, പക്ഷെ നല്ല രസമാണ്. പിന്നെ നമുക്ക് പണ്ട് കോളേജിൻ്റെ ഫ്രണ്ടിൽ വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയർ വൈസ് അടിപൊളിയാണ് ആക്ച്വലി. പിന്നെ ആ വഞ്ചിയൊക്കെ ഇപ്പം നമ്മുടെ ക്യാൻറ്റീനിൻ്റെ അടുത്തേക്ക് മാറ്റി കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ കോളേജ് അടിപൊളിയാണ്, ക്യാമ്പസും അടിപൊളിയാണ്. പിന്നെ ഓക്കെ, അബൌട്ട് മൈ കോഴ്സ് ആൻഡ് സബ്ജക്റ്റ് അത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലിറ്ററേച്ചറാണ് എടുത്തത്. ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് +2-ന് ഇംഗ്ലീഷിന് A ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം ഇംഗ്ലീഷിൽ എന്തോ കൂടുതലും കൂടി പഠിക്കാനുണ്ടെന്ന് വിചാരിച്ച് എന്താണെന്ന് അറിയാവുന്ന രീതിയിലാണ് ഇംഗ്ലീഷ് എടുത്തത്. അല്ലാണ്ട് ഞാൻ ബുക്സ് വായിക്കുമോ, എനിക്ക് അങ്ങനത്തെ ഹാബിറ്റ്സ് ഒന്നുമില്ല. സോ എന്തായിരിക്കും എന്നുള്ളത് എക്സൈറ്റ്മെൻറ്റിൽ എടുത്താൽ. പിന്നെ ബാക്കിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമല്ല. ഞാൻ BA തന്നെ എടുക്കുകയുള്ളൂ. BA-യിൽ എക്കണോമിക്സ് സൈക്കോളജി ഒക്കെ ഉണ്ടായി. സൈക്കോളജി എടുക്കണമെന്നുണ്ടായി. പിന്നെ എന്തോ അപ്പോൾ അത് എന്താണ് പറയണേ, സെൽഫായിട്ടുള്ള ഇതായിരുന്നു. ലൈക്ക് അത് എയ്ഡഡ് കോഴ്സ് അല്ലായിരുന്നു, സെൽഫ് ഫിനാൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പൈസ കൊടുത്തുള്ള പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് അത്രയും ഒരു സൈക്കോളജിയിൽ ആ ഒരു ഇത് വന്നില്ല.
പിന്നെ BA മലയാളം ഉണ്ടായിരുന്നു. മലയാളം പിന്നെ എനിക്കിഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം കൂടുതൽ നല്ല ടഫാണ് ഇംഗ്ലീഷ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്കറിയാം മലയാളം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പൊങ്ങൂലാന്ന്. പിന്നെ ഗ്രാമറൊക്കെ വരുമ്പോൾ ഭയങ്കര ടഫാണ്. ഇംഗ്ലീഷ് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒത്തുപോകും. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് എടുത്താം. പിന്നെ ജോയിൻ ചെയ്യണതിന് മുന്നേ എക്സ്പെക്ടേഷൻ, എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയും പാസ്സായി പോരാ, സപ്ലൈ അടിക്കരുത്. കാരണം എനിക്ക് രണ്ടാമത് എഴുതി സപ്ലൈ അടിക്കാത്ത കാരണം, അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടാമത് എഴുതി എക്സാം എഴുതാൻ പറ്റൂല. എനിക്ക് ഞാൻ ഒരു സബ്ജക്റ്റ് പഠിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ വിടും. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് മൈൻഡേ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വൈ ഡു യു തോട്ട് ദ കോഴ്സ് വുഡ് ബി ലൈക്ക്, വാട്ട് യു തോട്ട് ദ കോഴ്സ് വുഡ് ബി ലൈക്ക്. കോഴ്സ് എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 0 എക്സ്പെക്ടേഷനിൽ പഠിച്ചു തുടങ്ങിയ ഒരു സംഭവമാണ് ഈ പറഞ്ഞ ലിറ്ററേച്ചർ കോഴ്സ് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അബൌട്ട് മൈ ഡിപ്പാർട്ട്മെന്റ് പറയാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അറ്റ്മോസ്ഫിയർ, ടീച്ചേഴ്സ്, ക്ലാസ് റൂംസ്, ആക്ടിവിറ്റീസ്, മെമ്മറീസ്, ഡിപ്പാർട്ട്മെന്റ് മെമ്മറീസ്, പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് കൂട്ടിയാണ് പറയാൻ. അബൌട്ട് ദ ഡിപ്പാർട്ട്മെന്റ് പറയാൻ, ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. ആരെയും നമുക്ക് രസമില്ല എന്ന് പറയാനില്ല, എന്നാലും പോരായ്കൾ ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ. പക്ഷെ ഒരു 30% എല്ലാവരും അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ വൈബിനനുസരിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സും ഫാക്കൽറ്റീസും എല്ലാവരും ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലാസ് റൂംസും കുഴപ്പമില്ല. നമുക്ക് 28 പേരും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സ്ട്രെങ്ത് ഉണ്ടായിരുന്നുള്ളൂ കമ്പയർ വിത്ത് BCom. കാരണം BComൽ കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചോക്കുകയാണെങ്കിൽ യെസ്, കൊള്ളാം. അങ്ങനെ പിള്ളേരായാലും എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രദേഴ്സായിട്ട് പഠിക്കലും സിസ്റ്ററൊക്കെ ആയിട്ട് പഠിക്കലും. നമ്മുടെ ക്ലാസ്സിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് അസോസിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അസോസിയേഷൻ്റെ ഫെയർവെൽ വരും, ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, ഇതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് സംഭവം. ഇനി ഓരോ ഇയർ വൈസ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേ ഫീലിങ്സ് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഫ്രണ്ട്സ്, ഫിയർ, ആൻസൈറ്റി, അഡ്ജസ്റ്റിംഗ് കോളേജ് ലൈഫ്, ഫസ്റ്റ് മെമ്മറീസ്, ഓക്വേർഡ്നെസ്, ഫൺ എക്സെട്ര. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ എല്ലാം പുതിയൊരു ഇതായിരുന്നു. കാരണം നമുക്കൊരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പറയാം. ഫ്രണ്ട് സർക്കിൾ, വെൻ ഐ ടോക്ക് അബൌട്ട് ഫ്രണ്ട് സർക്കിൾ, എനിക്ക് 10th ഉള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളൂ എന്ന് പറയാൻ. പിന്നെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എനിക്ക് ഉള്ളിൽ നിന്ന് ഫെൽറ്റ് ആയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പൊസിഷനുള്ള ഒരു ആളിപ്പോഴും ആക്റ്റായി വന്നിട്ടില്ലെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് എത്ര ഉള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, ഫസ്റ്റ് ഡേ വന്ന് കയറി ക്ലാസ്സിലിരുന്ന് ഫസ്റ്റ് ബെഞ്ചിൽ ലെഫ്റ്റ് സൈഡിലങ്ങാണ്ട് ഇരുന്ന്. പിന്നെ നമുക്ക് ക്ലാസ് ടീച്ചർ റോസ് സെബാസ്റ്റ്യൻ മിസ് ആയിരുന്നു. പിന്നെ താര മിസ് ആയിരുന്നു HOD. പിന്നെ അവരുടെ കുറേ സ്പീച്ചും കാര്യങ്ങളും, പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രാക്റ്റീവ് പോലെ ഉച്ചവരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോന്നു. പിന്നെ പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് 9:30 to 3:30 വരെ ക്ലാസ്. ഇതൊക്കെ പോലെയായിരുന്നു. ഈ മറ്റേ അംഗൻവാടി കൊണ്ടുവന്നാക്കിയിട്ട്, അംഗൻവാടിയില്ല, നമ്മൾ LKG ഫസ്റ്റ് പോയില്ല, അതുപോലെയൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കമ്പനി ഫ്രണ്ട്സൊക്കെ ആയി, ഗ്രൂപ്പൊക്കെ ആയി, പിന്നെ പൊളിഞ്ഞടങ്ങി അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു. രസമൊക്കെയാണ്. ഇപ്പം ആലോചിക്കുമ്പോൾ അതിൻ്റെ ഭഗവാനീനായിരിക്കും. അപ്പം കുറച്ച് സീനൊക്കെ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴും നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഇയർ എപ്പോഴും നല്ല നല്ല കാര്യങ്ങളായിരിക്കും. നമ്മുടെ മറ്റേ സൈഡ് എപ്പോഴും കാണാൻ പറ്റില്ലെന്ന് പറയുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ആ മറ്റേ സൈഡ് തിരിഞ്ഞു വരും. അതുപോലെ തന്നെയായിരുന്നു ഈ കോളേജ് ലൈഫ് എനിക്ക്. സെക്കൻഡ് ഇയർ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ഞാൻ തിരിഞ്ഞിരുന്നു വന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് IV ഉണ്ടായിരുന്നു. സോ IVയും അത്യാവശ്യം അടിപൊളിയായിരുന്നു. നമ്മൾ കോഴിക്കോടാണ് പോയത്, മിനിമിസായിരുന്നു നമ്മുടെ ഹെഡ്, ഫാക്കൽറ്റി ഹെഡ്, ആ ഒരു സെക്കൻഡ് ഇയർ. പിന്നെ തേർഡ് ഇയറിൽ പറയുമ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട്. തേർഡ് ഇയർ ആയപ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയ പോലെ നമ്മുടെ കോഴ്സായാലും ആ ഒരു രീതിയിൽ അങ്ങനെ പോയി. പിന്നെ ട്രിപ്സ്, ഞാൻ ആ ഒരു ട്രിപ്പ് പോയില്ല, ഗോവക്ക പോയത്. ഞാൻ ഒരു ടൈമിൽ പോയില്ല, എന്തൊരു കാരണം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. പിന്നെ ആ ഒരു ടൈമിലായിരുന്നു നമുക്ക് പ്രൊജക്റ്റ് ഞാൻ
ചെയ്ത പ്രൊജക്റ്റ് സൈക്കോ അനാലിസിസ് ആണ്. എൻ്റെ ഗൈഡ് റോസ് മിസ് വരെ, റോസ് സെബാസ്റ്റ്യൻ മിസ് ആയിരുന്നു. നമുക്ക് 2 റോസ് മിസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രൊജക്റ്റ് അത്യാവശ്യം അടിപൊളിയായിരുന്നു. കാരണം മിസ്സിൻ്റെ ഗൈഡൻസ് അത്ര അടിപൊളിയായിരുന്നു. മിസ്സാണ് ഓരോ കോൺസെപ്റ്റ് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക, അർച്ചന അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും അപ്പം ഇങ്ങനെയും ചെയ്താൽ കിട്ടും എന്നൊരു ബുദ്ധിമുട്ടൊക്കെ വന്നത്. സോ അതാണ് ഫസ്റ്റ് മെയിൻ തിങ്. പിന്നെ നമുക്ക് എന്ത് പ്രൊജക്റ്റ് ചെയ്താലും നമ്മുടെ ഗൈഡ് പോലെ ഇരിക്കും നമ്മുടെ പ്രൊജക്റ്റും നമ്മുടെ മെന്റാലിറ്റി. കാരണം ചില ഗൈഡ്സ് എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. ചിലരൊക്കെ ഭയങ്കര ദേഷ്യപ്പെടുന്നത്, ഭയങ്കര നമ്മളെ വെറുതെ ഇങ്ങനെ, അറിയാലോ കുറച്ച് ടീച്ചേഴ്സ് അങ്ങനെയാണ്, നമ്മളിട്ട് അല്ലമ്പി അങ്ങോട്ട് കളയും. നമുക്ക് അവരോടുള്ള ഒരു ഇമേജ് ഫുൾ ഈ പരിപാടിയിൽ തീരും പ്രൊജക്റ്റ് ആവുമ്പോഴേക്കും. സോ പ്രൊജക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ ആം സോ ഹാപ്പി. അങ്ങനെ പിന്നെ നമുക്ക് ഫെയർവെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി വെൻ വി ടോക്ക് അബൌട്ട് മൈ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ് എല്ലാ പരിപാടിയും ഫസ്റ്റ് തീർക്കണത്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ, മലയാളം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ് എല്ലാം ഫസ്റ്റ് തീർക്കണം എന്നുള്ള സംഭവം. ആൻഡ് ഓൾസോ നമുക്കാണ് 7 years ആയിട്ട് കൾച്ചേഴ്സും പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്നത് ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ തേർഡ് ഇയർ കഴിഞ്ഞു. വൈവയൊക്കെ അടിപൊളിയായിരുന്നു പ്രൊജക്റ്റിൻ്റെ. അങ്ങനെയൊക്കെ. പിന്നെ അടുത്ത സംഭവം നമ്മൾ പറയാൻ പോണത് പേഴ്സണൽ സെക്ഷനിൽ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും വലിയ ഗ്രോത്ത് ഒന്നും കിട്ടിയില്ല ആക്ച്വലി. എനിക്ക് അതായത് സ്വന്തമായിട്ട് സ്റ്റേജ് ഫിയർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നൊന്നുമില്ല. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ യൂട്യൂബ് കുറച്ചും കൂടി നല്ലതായിട്ട് നോക്കിയെന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് ചെയ്തു. ആൻഡ് വലിയൊരു അച്ചീവ്മെന്റ് പറയാനുള്ള നമുക്ക് ഡ്രാമ ഉണ്ടായിരുന്നു. തേർഡ് ഇയറിൽ നമുക്ക് ഡ്രാമ ഉണ്ടായിരുന്നു. സോ കുറച്ച് കഴിവൊക്കെ അതിൽ പെറുക്കിടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കോളേജ് അങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്തുള്ളൂ. പിന്നെ കോളേജിലെ ചില ഫാക്കൽറ്റീസും വെൻ ഐ ടോക്ക് അബൌട്ട് മൈ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പാരലായിട്ട് പോണ ഒരു ഡിപ്പാർട്ട്മെന്റ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ഫാക്കൽറ്റി ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് മെയിനായിട്ട് മലയാളം സബ്ജക്റ്റ് ഇഷ്ടം. നോവൽസ് ആയാലും കഥകൾ അങ്ങനത്തെ പല അടിപൊളിയായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. മലയാളത്തിന് പിന്നെ എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു ഗൈസ്. സോ അതുകൊണ്ട് എനിക്കിങ്ങനെ ഇഷ്ടം. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇംഗ്ലീഷിൽ ഇപ്പോഴും ഞാൻ അത്ര ഇതല്ല, എന്താ പറയുക, ഞാൻ ഇപ്പോഴും അത്രയും എന്താണ് ഇതിനെ പറയണേ, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ വേർഡ്സ് ഒന്നും ഇടയ്ക്ക് കിട്ടത്തില്ല. ഞാൻ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ച് ഓരോ വേർഡൊക്കെ ഉണ്ടാക്കും. കോൺഫിഡൻ്റ് അല്ല ഞാൻ ഇപ്പോഴും. കോൺഫിഡൻ്റ് ആക്കി എടുക്കണം. കാരണം കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ജോബിനൊക്കെ പോകുമ്പോൾ അത് നല്ലതായിട്ട് ബാധിക്കും. അതെനിക്കറിയാം. പിന്നെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ഇപ്പോഴും ആയിട്ടില്ല, അപ്പോഴും ഇല്ലായിരുന്നു. ഉണ്ട്, ട്യൂഷൻ എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സേവിങ്സ് ആയിട്ടൊന്നും പോയിട്ടില്ല. കാരണം 2000 രൂപ കിട്ടിയാലും ആ മാസത്തേക്കുള്ള ചിലവുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വൈഫൈ ചാർജ് ചെയ്യൽ, റീചാർജ് ചെയ്യൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും ഉറപ്പ്. ലെസൺസ് ലേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് നമുക്ക് പഠിക്കൽ മാത്രമല്ല, കുറേ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവും, നമ്മുടെ കൂടെ നിൽക്കണ എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കണം എന്നുള്ളൊരു പാഠം നമുക്ക് നമ്മുടെ കോളേജ് പഠിപ്പിച്ചു തരും. അത് നമുക്ക് വേണ്ട കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് ലാസ്റ്റ് ഒരു സമയമാകുമ്പോഴേക്കും ആരില്ലെന്നാവുമ്പോൾ നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ആവും, മെൻ്റലി ഡൗൺ ആവുകയും ചെയ്യും. അങ്ങനെ സ്ട്രഗിൾസ് ഇമോഷൻ സൈഡൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ പെറുക്കി പറഞ്ഞ് ആ ഒരു മൂഡ് കളയണമെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ വേണ്ട, ആ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് കുറേ കൺഫ്യൂഷനായിട്ടുള്ള സ്റ്റേജ് ഇമോഷണൽ മൊമെൻറ്റ്സ്, ഫെയിലിയേഴ്സ്, ഓവർതിങ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചാൽ അതെന്തായാലും ഞാൻ കുഴിച്ചുമൂടി കളഞ്ഞു. ഞാൻ അതും പെറുക്കി വരണ്ടല്ലോ. കുറേ കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ് ആയാലും മെയിനായിട്ട് ക്ലാസ്സായിട്ട് എനിക്കെന്തോ അത്ര നമ്മളെല്ലാവരും സംസാരിക്കും, പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ലായിരുന്നു. എല്ലാവരും ഒരുപോലെ അല്ല, പക്ഷേ നമ്മളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വേറെ കാര്യം പറഞ്ഞ ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കോളേജ് ലൈഫ്. പിന്നെ ഫേവറേറ്റ് മെമ്മറീസ് ആയാലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എനിക്ക് എടുത്ത് പറയാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇമോഷണലി ഡൗൺ ആകുമ്പോൾ
ഡൗൺ ആയ കുറേ ടൈമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഡൗൺ ആയത് സെക്കൻഡ് ഇയർ ആയിരുന്നു. ആ ഒരു ടൈമിൽ എന്നെ പിന്നെയും അപ്ലിഫ്റ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് ടീച്ചർ മിനി മിസ് തന്നെയായിരുന്നു. കാരണം മിനി മിസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് പുള്ളിക്കാരിക്ക് ഒരു കാര്യമില്ല, പുള്ളിക്കാരിക്ക് ഞാൻ പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോവേം അങ്ങനെ എന്തും ചെയ്യാം. നമ്മളെ തന്നെ പേഴ്സണലി എടുത്ത് എന്താ പറ്റിയ അതൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അതിപ്പോൾ അവിടുത്തെ ഏത് ടീച്ചേഴ്സ് ആണെങ്കിലും കേട്ടോ. പക്ഷെ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഇമോഷണലിയും പേഴ്സണലിയും പ്രശ്നം വരുമ്പോൾ അവർ വിളിച്ച് സംസാരിച്ച് മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മിനിമിസ് എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് എന്നെ അറിയില്ല, മറന്നു പോയാൽ കൂടിയും എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും മിനിമിസ് ഇസ് മൈ ഫേവറേറ്റ്. പിന്നെ തേർഡ് ഇയർ നമ്മുടെ സബിത മിസ് ആണ് കേട്ടോ. ഞാൻ പറയാൻ പറഞ്ഞേ സബിത മിസ് ആയാലും അടിപൊളിയാണ്. മിസ് ഇങ്ങനെ പിള്ളേരുടെ സ്വഭാവം പോലെ, അതായത് മിസ് കുറേ കഥ എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഥ കേട്ടിങ്ങനെ ഇരിക്കണേ. സോ എല്ലാവരും അതെ എല്ലാവരും ഓരോ കഥകളൊക്കെ ജീവിതത്തിൽ നടന്ന കുറേ കഥകളൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞു തരും. പക്ഷെ അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആവും. അവരുടെ ക്ലാസ്സിലായാലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അവർക്ക് അറിയാം. ഏകദേശം നമ്മൾ ബോറടിക്കുന്ന ടൈം ആകുമ്പോഴേക്കും അവർ പറയും ഓക്കെ അന്ന് നമുക്ക് വേറെ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ മിസ് തന്നെ ഡൈവേർട്ട് ചെയ്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കിയിട്ട് പിന്നെ ലെസൺ എടുക്കും. അതൊക്കെ നല്ലൊരു ടീച്ചിങ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. പിന്നെന്താ ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന റൊട്ടീനായിരിക്കും. കാരണം നമ്മൾ 3 വർഷം അടുപ്പിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പോയി വന്ന് ആ ഒരു ഷെഡ്യൂൾ നമ്മൾ മിസ് ചെയ്യും. ആ ഒരു ഇത് നമ്മൾ എനിക്ക് അപ്പോഴും ലാസ്റ്റ് ഇയർ ആയപ്പോഴും എല്ലാവർക്കും ഫ്രണ്ട്സ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പക്ഷെ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും മിസ് ചെയ്യുമായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതെന്ന് തോന്നണേ, മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ മറന്നുപോയായിരുന്നു, എൻ്റെ NSS കാര്യം. അതായത് വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ NSS, ഞാൻ ഫസ്റ്റ് ഇയറിലാണല്ലോ നമ്മൾ NSS സെലക്ഷനൊക്കെ. അപ്പം 100 പേരിൽ 50 പേരോ 100 സംതിങ് എന്താ ആൾക്കാരുണ്ട്. അപ്പം 50 പേരാണ് സെലക്ട് ചെയ്യണേ. 50 പേരിൽ ഞാൻ സെലക്റ്റായി കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് മടുത്തു. കാരണം നമ്മൾ ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും ആൾക്കാർ, കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം എല്ലാ സ്ഥലത്തും കുറേ സ്നേക്സ് ഉണ്ടാവും. ലൈക്ക് അത് നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കാം, അടുത്തറിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒന്നും അറിയില്ല നമ്മുടെ കാര്യം, പക്ഷെ എന്നാലും ഇതിലൊക്കെ പറഞ്ഞിങ്ങനെ പിരിവിരിക്കണം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ NSSൻ്റെ കാര്യം അതന്നെ, NSSൻ്റെ കാര്യം തന്നെ. പിന്നെ നമുക്ക് ഞാൻ 7 day ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് അറ്റൻഡൻസ് പറഞ്ഞു. അപ്പം എനിക്കൊന്നും മടുത്തു തുടങ്ങി. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ ഈ ബോണസ് മാർക്കാണ്. ആ മാർക്ക് ചുമ്മാ മേടിക്കേണ്ട കാര്യം എന്തിരിക്കണു. നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് നമുക്ക് തോന്നിയിട്ട് മേടിക്കുന്നതിലെല്ലാം അവിടെ ഒരു സത്യസന്ധതയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നിർത്താമെന്ന് വിചാരിച്ചു. ഞാൻ നിർത്തിയതാണ്. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തില്ല NSS. അങ്ങനെയൊക്കെയായിരുന്നു NSSൻ്റെ കാര്യങ്ങൾ. എനിക്കിപ്പോഴും അവിടെയും ഗ്രൂപ്പ്സ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിലും ഗ്രൂപ്പ്സ് ഉണ്ടായിട്ട്. അതൊക്കെ നമുക്ക് നമ്മളായിട്ട് പേഴ്സണലി നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ഒരാളിൽ ഡിപ്പെൻഡ് ആയിരിക്കരുതെന്ന്. അപ്പോൾ പിന്നെ ഇതിലൊരു പ്രശ്നമൊന്നും വരത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിപ്പോണം. അങ്ങനെ കുറേ സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ടൊരു കൺക്ലൂഷനിൽ വരികയാണെങ്കിൽ നമ്മൾ പറയാം, കോളേജ് ലൈഫിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. കാരണം ഇപ്പോൾ കോളേജ് ലൈഫായാലും സ്കൂൾ ലൈഫിൽ ഇതൊന്നും തിരികെ വരാൻ പോണില്ല. ആ ഒരു ടൈമിലുണ്ടായ ഓരോ കാര്യങ്ങളും ഓർത്ത് നമ്മൾ പിന്നീട് ചിരിക്കും, സങ്കടപ്പെടും, സന്തോഷിക്കും, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഠനം നമ്മൾ കൊണ്ടുപോകാൻ നോക്കുക. കാരണം എനിക്ക് പറ്റിയൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് റിഗ്രറ്റ് ഉണ്ട്. അതായത് ഞാൻ ഇൻറ്റേർണൽസിനൊക്കെ പാസ്സാവും, പക്ഷെ മാർക്ക് കുറവായിരുന്നു. ആക്ച്വലി ഇൻറ്റേർണൽസ് നല്ലതായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ മെയിൻ മാർക്ക് നല്ലതായിട്ട് കൂടുമായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞോളൂ. ഇപ്പോൾ ഓരോന്ന് അറിഞ്ഞോളൂ. ഓരോ കാര്യങ്ങളും വർഷങ്ങളൊക്കെ നീങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയുള്ള എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കളർഫുൾ ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എല്ലാം 50-50 എന്തായാലും അടിപൊളി ആ ഒരു സംഭവമൊന്നും എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാം ടെമ്പററി ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങളായിരുന്നു. പിന്നെ 5 ദിവസം മിണ്ടുന്ന ആൾക്കാർ പിന്നീട് 5 ദിവസം വേറെ ഗ്രൂപ്പിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം. അതൊക്കെ എനിക്കിഷ്ടം.
പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത്രയൊക്കെയുള്ളൂ നമ്മുടെ കോളേജ് ലൈഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ എന്താ നമ്മുടെ ചാനലിപ്പം വളർന്നു വരുന്നേ ഉള്ളൂ. എനിക്ക് പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇരുന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അവിടെ ഇവിടെയും പോണേക്കാളും രസം ഇങ്ങനെ റിലാക്സ് ആയിരുന്നു വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കഥകളും വന്നിങ്ങനെ പറയണം. അപ്പം ഞാനിങ്ങനെ കഥകൾ വന്ന് പറയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടും കൂടിയാണ് ചെയ്യണേ. പിന്നെന്താ, പിന്നെ എക്സ്ക്യൂസ് മൈ ബാക്ക്ഗ്രൗണ്ട്, ബിക്കോസ് ഞാൻ ഇത് എത്ര നന്നാക്കിയാലും ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു റെമഡി ഞാൻ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റൂമും വീടൊക്കെ റെനോവേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ നമുക്ക് പൈസ കിട്ടിയിട്ട് കുറച്ചും കൂടി നമ്മൾ എന്താ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോൾ നമുക്കിതൊക്കെ ചെയ്ത് സെറ്റാക്കാം. ഞാൻ അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാം മിക്കവരും എൻ്റെ വീഡിയോ കാണാറില്ല, കുറച്ച് ആൾക്കാരെ കാണാറുള്ളൂ. ഈവൻ എൻ്റെ ഫ്രണ്ട്സും ഫാമിലി വരെ കാണാറില്ല. അവർ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും അങ്ങനെയൊക്കെ ജസ്റ്റ് കണ്ടുവിടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ പറയാം. എന്നാലും എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.